Back from the dead. What's up guys, welcome to our channel. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയുന്ന മെഷീനാണ്. അപ്പോൾ നമ്മൾ ജിമ്മിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ലാറ്റ്സ് വർക്കൗട്ട് ആണ് ലാറ്റ് പുൾ ഡൗൺ മെഷീൻ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പർ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ ബോഡിയിലെ ഏറ്റവും വലിയ മസിൽസാണ് നമ്മുടെ ലാറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ കാണുന്ന ഈ മസിൽസാണ് ലാറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ വർക്കൗട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ലാറ്റ് പുൾ ഡൗൺ മെഷീനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കോമൺ ആയിട്ട് ചെയ്യുന്ന നമ്മുടെ വിങ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയുന്ന വർക്കൗട്ട്. അപ്പോൾ ഇത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ തന്നെ എന്തൊക്കെ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത്, ആ മിസ്റ്റേക്കൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി എല്ലാം കവർ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഏതായാലും നമുക്ക് ഒട്ടും ലാഗടിക്കാതെ നേരെ നമ്മുടെ ഫസ്റ്റത്തെ പോയിൻറ്റ്സിലോട്ടൊക്കെ പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പോസ്റ്റർ ഏത് രീതിയിൽ നിന്നാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു സ്റ്റൂൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മളോട് ഇരിക്കുന്നത്. ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിമ്മിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൂളാണ്. പക്ഷേ സാധാരണ ജിമ്മിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ജിമ്മിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പ്രോപ്പറായിട്ടൊരു സംഭവം കാണും, സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം കാണും. നമ്മുടെ കാലൊക്കെ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ച് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ എന്തായാലും നമ്മൾ ഇരുന്നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെസ്റ്റ് എപ്പോഴും അപ്പായിട്ട് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെസ്റ്റ് ഒരിക്കലും അകത്തോട്ട് വെച്ചുകൊണ്ടായിരിക്കും ചെയ്യേണ്ടത്. ചെസ്റ്റ് നമ്മൾ പുറത്തോട്ട് വെച്ചുകൊണ്ട് നമ്മൾ അപ്വേർഡ്സ് ആയിട്ട് നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് ബാക്കിലോട്ട് ഈ ലാറ്റ് മസിൽസിനെയൊക്കെ നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൈ പിടിക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. നമ്മളൊരു കാരണവശാൽ എന്ന് പറഞ്ഞാൽ ടൂ മച്ച് അടുത്തായിട്ടും പിടിക്കരുത്, ഒരുപാട് വൈഡായിട്ടും പിടിക്കരുത്. നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്. ചിലപ്പം ശരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈഡാക്കി വെച്ച് ചെയ്യുമായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ ഒരുപാട് വൈഡായിട്ട് പിടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴത്തോട്ട് വലിക്കുമ്പോൾ നമ്മുടെ കൈ ഒരുപാട് താഴത്തോട്ട് പോകത്തില്ല, റേഞ്ച് ഓഫ് മോഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ടിവേഷനും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ ഷോൾഡർ വിഡ്ത്തിന് കുറച്ച് പുറത്തായിട്ടുള്ള രീതിയിൽ പിടിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അകത്ത് വന്നിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമുക്ക് ആക്ടിവേഷൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോൾഡർ വിഡ്ത്തിന് കുറച്ച് വെളിയിലായിട്ട് പിടിക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ആക്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ സാധാരണ നമ്മൾ കൈ പിടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പ് അടിയിലോട്ട് ഇട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഗ്രിപ്പ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മുടെ ഈ തമ്പ് വെളിയിലോട്ട് ഇട്ട് നിങ്ങൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിലോടെ പിടിക്കുമ്പോൾ നമ്മുടെ ബൈസെപ്സും എല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വലിക്കുന്നതെങ്കിൽ ഇങ്ങനെ പുറത്തോടെ പിടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹുക്കായിട്ട് മാത്രം നമ്മുടെ കൈ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഫുള്ളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാറ്റ്സിലോട്ടായിരിക്കും കോൺസെൻട്രേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടെമ്പോനെ പറ്റിയാണ്. അതായത് നമ്മൾ പല വീഡിയോസിനകത്ത് പറഞ്ഞുള്ള കാര്യമാണ്, നമ്മൾ വർക്കൗട്ട് എന്തോരം വെയിറ്റ് എടുത്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം. നമ്മൾ കറക്റ്റായിട്ട് ടൈം അണ്ടർ ടെൻഷനിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്, കറക്റ്റായിട്ടുള്ള ആ ഒരു റേഞ്ച് ഓഫ് മോഷനിലൊക്കെ ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു പെട്ടെന്ന് നമ്മൾ പതുക്കെ നമ്മൾ താഴത്തോട്ട് വലിച്ചിട്ട് പെട്ടെന്ന് മേലോട്ട് വിട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. നമ്മൾ താഴത്തോട്ട് പോകുമ്പോഴും പതുക്കെ വേണം, അതുപോലെ തന്നെ മേലോട്ട് പോകുമ്പോഴും നമ്മൾ പതുക്കെ തന്നെ റിലീസും ചെയ്യണം. എന്നാലും നമ്മൾ ലാറ്റ്സിന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ലാറ്റ്സിലോട്ട് നമുക്ക് നല്ല എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ താഴെ ചെന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരു സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒന്ന് സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ താഴത്തോട്ട് പതുക്കെ കൊണ്ടുവന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നതിട്ട് മേലോട്ട് പോകുന്നു, അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചെസ്റ്റിൻ്റെ മിഡിൽ പോർഷനിലോട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ബാർ വലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സംഭവം എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിലുള്ള ഡെൽറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് പുൾ എന്ന് പറഞ്ഞ വർക്കൗട്ടുണ്ട്. ആ ഫേസ് പുൾ എന്ന് പറഞ്ഞ വർക്കൗട്ടിൽ തന്നെ നമ്മുടെ അപ്പർ ചെസ്റ്റിൻ്റെ ആ ഭാഗത്തല്ലേ നമ്മുടെ ഫേസിൻ്റെ ഒക്കെ ആ ഭാഗത്തോട്ടാണ് നമ്മളിങ്ങനെ വലിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോൾഡറിലോട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അപ്പർ ബാക്കിലോട്ടേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളെ ലാറ്റ്സിലോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മിഡിൽ പോർഷനിലോട്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ബാർ വലിക്കണം എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള ബാറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും പല ജിമ്മുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഉള്ള ബാറായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഷോൾഡർ വിഡ്ത്തിന് കുറച്ച് വെളിയിലായിട്ടുള്ള രീതിയിൽ പിടിക്കണം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ബെൻഡിങ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബെൻഡിങ്ങിൻ്റെ അവിടെ പിടിച്ചാലും മതി, അത് കറക്റ്റായുള്ള പൊസിഷനാണ്. ആ ബെൻഡിങ്ങിൻ്റെ അവിടെ പിടിച്ച് അകത്തോട്ട് വലിച്ചിട്ടുള്ള കറക്റ്റ് പൊസിഷനാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് പോസ്റ്ററിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെ നമുക്ക് നികത്താന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ലാറ്റ് പുൾ ഡൗണിൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളിലൊന്നാണ് നിങ്ങൾ കൂടുതൽ ബാക്കിലേക്ക് ലീൻ ബാക്ക് ചെയ്തിരിക്കുക എന്നുള്ളത്. ഒരു നോർമൽ ഒരു ബാക്കിലേക്ക് കുറച്ച് ലീൻ ആയിട്ട് ചെറിയൊരു ബെൻഡ് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആ റേഞ്ച് ഓഫ് മോഷൻ പക്കയാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഓവറായിട്ട് നമ്മൾ ബാക്കിലേക്ക് ലീൻ ചെയ്തിരുന്നിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും അങ്ങനെ ഇരിക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ലാറ്റ്സിലേക്കുള്ള ആക്ടിവേഷൻ കുറയ്ക്കാനായിട്ട് കാരണമാവും. സോ നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവറായിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്തിരിക്കാതെ ഒരു മിനിമം ബെൻഡ് നിങ്ങൾ കൊടുത്ത്, അതായത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറിയൊരു ബെൻഡ് മാത്രം കൊടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഓവർ
ബാക്കിലേക്ക് ബെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മൾ മൊമെൻറ്റം യൂസ് ചെയ്യുന്നുള്ളത്. അതായത് കൂടുതൽ ബാക്കിലേക്ക് ബെൻഡ് ചെയ്തിരുന്നിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്ന നേരത്ത് നമ്മുടെ ഹിപ്പും കൂടെ അനക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നു, എന്നിട്ട് പിന്നെയും വെയിറ്റ് വലിച്ചുകൊണ്ട് തന്നെ ബാക്കിലേക്ക് പോകുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ മൊമെൻറ്റം യൂസ് ചെയ്തുകൊണ്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലാറ്റ്സ് അതായത് നമ്മുടെ ലാറ്റിസിമസ് ഡോർസി എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രെയിൻ ചെയ്യുന്ന ഈ മസിലിലേക്ക് വരുന്ന ആക്ടിവേഷൻ കുറവും, അതുപോലെ തന്നെ നിങ്ങളുടെ പെൽവിക് റീജിയൻ, അതായത് നിങ്ങളുടെ പെൽവിസ് റീജിയനിലേക്കും അതുപോലെ തന്നെ ലോവർ ബാക്കിലേക്കുമുള്ള പ്രഷർ കൂടുതലും വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഫ്യൂച്ചറിൽ അത് ഇഞ്ചുറീസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമാവും. സോ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ചെറുതായിട്ട് സ്ലൈറ്റായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് നിങ്ങൾ പോസ്ചർ സെറ്റ് ചെയ്തതിന് ശേഷം ആ സെയിം പോസ്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ ഈ വർക്കൗട്ട് പെർഫോം ചെയ്യാനുള്ളത്. നിങ്ങൾ മേളിലേക്ക് പോകുമ്പോൾ സ്ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഒന്ന് മുമ്പിലോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഓവറായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓവറായിട്ട് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ലോവർ ബാക്കിലേക്കും അതുപോലെ പെൽവിക് റീജിയനിലേക്കും ഓവറായിട്ടുള്ള പ്രഷർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെയിറ്റ് താഴത്തേക്ക് കൊണ്ടുവരുന്ന പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് കൂടുതൽ ആൾക്കാരും ഈ വെയിറ്റ് താഴത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ചിന്നിൻ്റെ അവിടം വരെയൊക്കെ മാത്രമേ മാക്സിമം കൊണ്ടുവരുന്നുള്ളൂ. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൻ്റെ അവിടം വരെ മാത്രമേ മാക്സിമം കൊണ്ടുവരുന്നുള്ളൂ. അത്രയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു റേഞ്ച് ഓഫ് മോഷൻ ഇതിനകത്ത് കിട്ടത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ചെസ്റ്റിനെ ടച്ച് ചെയ്യുന്നത് വരെ നിങ്ങൾ താഴത്തേക്ക് കൊണ്ടുവരിക. പറ്റുവാണെങ്കിൽ സ്ലൈറ്റായിട്ട് നിങ്ങളുടെ മിഡിൽ ചെസ്റ്റ് ഏരിയയിൽ ടച്ച് ചെയ്യുക ബാർ കൊണ്ടുവന്നിട്ട്. ഇങ്ങനെ സ്ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ ബാർ കംപ്ലീറ്റ് ആയിട്ട് മേളിലേക്ക് കൊണ്ടുപോകുക. കംപ്ലീറ്റ് ആയിട്ട് മേളിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഫുള്ളായിട്ട്, അതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, കംപ്ലീറ്റ് മോളിൽ കൊണ്ടുപോയി കൈ റിലീസ് ചെയ്യുന്ന കാര്യം. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളായിട്ട് ടോപ്പിൽ കൊണ്ടുപോയി കൈ റിലീസ് ചെയ്ത് നിങ്ങളുടെ കൈ ഫുള്ള് നിവർത്തണം എന്നുള്ള ആവശ്യമില്ല. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു പിടുത്തം, അതായത് സ്ലൈറ്റ് ആക്ടിവേഷൻ ഇല്ലെങ്കിൽ ആ ലോഡ് സ്ലൈറ്റായിട്ട് നിങ്ങളുടെ ലാറ്റ്സിൽ നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഏറ്റവും മുകളിൽ വെയിറ്റ് കൊണ്ടുചെല്ലാനായിട്ട്. സോ നിങ്ങളുടെ താഴെ വരുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് കൺട്രാക്ഷൻ കിട്ടണം, അതുപോലെ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേനും മാക്സിമം എക്സ്റ്റൻഷൻ കിട്ടണം. എന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് ഓവറായിട്ട് ഹൈപ്പർ എക്സ്റ്റെൻഡ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പിൻ്റെ കാര്യമാണ്. ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് നമ്മൾ നോർമലായിട്ട് പിടിക്കേണ്ടത് ഓവർ ഹാൻഡ് ഗ്രിപ്പ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ കൈപ്പത്തി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പിടിക്കേണ്ടത്. ഇനി അണ്ടർ ഹാൻഡ് ഗ്രിപ്പ്, അതായത് നമ്മൾ ബൈസെപ്സുകളൊക്കെ ചെയ്യുന്ന നേരത്ത് പിടിക്കുന്ന പോലെ അണ്ടർ ഹാൻഡ് ഗ്രിപ്പ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവേഷൻ നിങ്ങളുടെ ബൈസെപ്സിലേക്കും കൂടെ കിട്ടും. സോ നമ്മൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ബൈസെപ്സിലേക്ക് കൂടുതൽ ആക്ടിവേഷൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ലാറ്റ്സിലേക്കുള്ള ആക്ടിവേഷൻ കുറവായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബൈസെപ്സ് ഇതിനകത്ത് കൂടുതൽ എൻഗേജ് ആകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബൈസെപ്സ് കുറച്ചും കൂടെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രിപ്പ് പിടിക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഈ വെയിറ്റ് താഴത്തേക്ക് പുൾ ഡൗൺ ചെയ്യാൻ നേരത്ത്, ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ നേരത്ത് ബാക്കിലേക്ക്, അതായത് ബിഹൈൻഡ് ദ നെക്ക് പുൾ ഡൗൺ ചെയ്യുക എന്നുള്ളത്. അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേരിയേഷനാണ്. പ്രൊഫഷണൽസൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ബിഗിനേഴ്സിന് ഞങ്ങൾ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിൻ്റെ റൊട്ടേഷൻ കാരണവും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വരുന്ന ബാർ നിങ്ങളുടെ സ്പൈനിൽ ടച്ച് ചെയ്യാനായിട്ട്, അതായത് നിങ്ങളുടെ നട്ടലിൻ്റെ ടോപ്പ് ഏരിയയിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടും ഇഞ്ചുറീസ് കൂടുതൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ ബിഹൈൻഡ് ദ നെക്ക് പുൾ ഡൗൺ എന്ന് പറയുന്നത്. സോ ആ സംഭവം നമ്മളിവിടെ ആദ്യം ബിഗിനറായിട്ട് വരുന്ന ആൾക്കാർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. സോ നിങ്ങൾ ലാറ്റ് പുൾ ഡൗൺ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ അപ്പർ ബോഡിയിലെ ഏറ്റവും വലിയ മസിൽസാണ് നമ്മുടെ ലാറ്റിസിമസ് ഡോർസി എന്ന് പറയുന്ന ഈ മസിൽ. ഇതിന് പ്രോപ്പറായിട്ട് പുള്ളപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ചും കൂടെ ടഫായിരിക്കും. നേരെ മറിച്ച് ഇത് നമുക്ക് വെയിറ്റ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാറ്റ്സിനെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കാനും അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റിൻ്റെയും നിങ്ങൾക്ക് ബെഞ്ച് പ്രസ് ചെയ്യാൻ നേരത്തും ഇത് എഫക്റ്റീവായിട്ട് വരും. കാരണം നമുക്കറിയാം ഈ ലാറ്റ്സ്, അതായത് നിങ്ങളുടെ ബാക്ക് എത്രത്തോളം സ്ട്രോങ് ആകുന്നു അത്രത്തോളം സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബെഞ്ച് പ്രസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയാണ് ലാറ്റ് പുൾ ഡൗണിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടിനെ പറ്റിയുള്ള ചെറിയ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്ത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫോമിൽ ഇനി ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് വേറെ കിടിലായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ DM ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Till then, you guys take care, stay healthy, stay hydrated. Bye. Back from the dead.